വർത്തമാന രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ രാജാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വാർത്തെടുത്ത് ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായി നേതൃത്വം നൽകിയ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ സദസ്സ് ഈ ധന്യമാക്കപ്പെട്ട വേദിയിൽ തുടക്കം കുറിക്കുകയാണ്. മലയാളി ജനതയുടെ ആത്മീയ നവോത്ഥാന പാതകളിൽ പഞ്ചമി ചന്ദ്രിക പോലെ പതഞ്ഞൊഴുകിയ പാൽക്കടൽ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ സമ്പൂർണ്ണ ജീവചരിത്രം രേഖപ്പെടുത്തിയ ചന്ദ്രിക പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പുനഃപ്രകാശനം കൂടി ഈ ധന്യമായ വേദിയിൽ നടക്കുകയാണ്. പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യരായ നേതാക്കന്മാർ വേദിയിൽ എത്തണമെന്നറിയിക്കുന്നു. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സംഗമത്തിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ്, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സ്വാമി ഭക്തദത്ത ജ്ഞാന തപസ്വി പൗലോസ് മാർ എറീനിയസ് മെത്രാപ്പൊലീത്ത, KPA മജീദ് സാഹിബ്, VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് വേദിയിലെത്തണമെന്നറിയിക്കുകയാണ്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേദിയിലേക്ക് എത്തണമെന്നറിയിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് സദസ്സിനെ ധന്യമാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് കടപ്പുറത്തിൻ്റെ ഈ മണൽപ്പരപ്പിൽ ഓർമ്മകളുടെ വെളിച്ചത്ത്, ഓർമ്മകളുടെ വെട്ടത്തിൽ നമ്മൾ സംഗമിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സദസ്സിന് ഈ ധന്യമായ വേദിയിൽ തുടക്കം കുറിക്കുന്നു.
പോയ മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ആശ്വാസത്തിന്റെ തണൽ തേടി സാന്ത്വനത്തിന്റെ സ്പർശം കൊതിച്ച് പാണക്കാട്ടെത്തിയ മുഴുവൻ മനുഷ്യർക്കും തന്റെ മേശക്കറ്റമിരുന്ന് സകലതും സാധ്യമാക്കി കൊടുത്ത ഒരാൾ. പശുക്കുട്ടിയുടെ രോഗത്തിനും കുവൈത്തിലകപ്പെട്ടവന്റെയും രക്ഷയും തേടി മനുഷ്യർ ഒഴുകിയത് പാണക്കാട്ടേക്ക്. സകലതിനും സന്തോഷം മാത്രം മറുപടി നൽകി തിരിച്ചയച്ച സൗമ്യ പുഞ്ചിരിയുമായി നമുക്ക് മുന്നിലൂടെ നടന്നു നീങ്ങിയ മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഹൃദയസ്പർശിയായ ഓർമ്മകളെ ഈ കടലോരത്തിന്റെ മണൽപ്പരപ്പിൽ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓർമ്മകളുടെ വെളിച്ചം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സദസ്സിന് ഈ വേദിയിൽ ഉടൻ തന്നെ തുടക്കം കുറിക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. പകച്ചുപോയ മുസ്ലിം ഇന്ത്യയുടെ വിളറിയ ആകാശത്ത് പ്രകാശ നിർഭരമായൊരു മേഘക്കീറ് പടർന്നു. ആശ്വാസവചനങ്ങളുമായി ഇനിയാരും വരാനില്ലെന്ന പേടിക്കാഴ്ചകളുടെ രാപ്പകലുകളിൽ ഉരുകിയമരുമ്പോൾ നിലനിൽപ്പിന്റെ വഴിയും സുരക്ഷിത ബോധവുമായി അർദ്ധചന്ദ്ര നക്ഷത്ര താരാങ്കിതമാം ഹരിത പതാകയും നെഞ്ചോട് ചേർത്തു പിടിച്ചു കടന്നുവന്ന മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പശ്ചിമഘട്ടത്തിന്റെ മലനിരകളെ കയറിയും കടന്നും നേരറിവിന്റെ രാഷ്ട്രീയ തരംഗങ്ങൾ സൃഷ്ടിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സംഭവ ബഹുലമായ രാഷ്ട്രീയ നേതൃത്വം നൽകിയ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഓർമ്മകളുടെ വെളിച്ചവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സദസ്സ് ഈ ധന്യമായ വേദിയിൽ തുടക്കം കുറിക്കുന്നു.
സ്നേഹസൗഹാർദ്ദങ്ങളുടെ മനോഹര പുഷ്പങ്ങൾ സമ്മാനിച്ച് വിട പറഞ്ഞ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളെ ഈ കടൽപ്പരപ്പിൽ ഓർത്തെടുക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി. ഓർമ്മകളുടെ വെളിച്ചം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സദസ്സിന് ഇവിടെ തുടക്കമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ആദരണീയനായ മർഹൂം ഹൈദരലി ശിഹാബ് തങ്ങളുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി പരിപാടികൾ ആരംഭിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. അൽ ഫാത്തിഹ. ശിഹാബ് തങ്ങളുടെ അനുസ്മരിക്കാനാണ് ഇന്ന് യോഗം ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ആദരണീയനായ തങ്ങളവരുടെ മരണശേഷം കേരളത്തിൽ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സ്മരിച്ചുകൊണ്ടുമൊക്കെയുള്ള നിരവധി അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും ജില്ലാടിസ്ഥാനത്തിലും മണ്ഡലം, പഞ്ചായത്ത്, ശാഖാതലങ്ങളിലുമൊക്കെ അത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. ഈ കോഴിക്കോട് തന്നെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു. മിനിഞ്ഞാന്നാണ് കോഴിക്കോട് CH സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെയേറെ ആളുകൾ സംബന്ധിച്ച അതിവിപുലമായ ഒരു അനുസ്മരണ സമ്മേളനം നടന്നു. മറ്റെല്ലാ ജില്ലകളിലും നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറത്ത് നമുക്കറിയാം, എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇത് മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ മാത്രമല്ല, സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, മറ്റ് സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, UDFൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ ഇത്തരം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദരണീയരായ UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഭരണകക്ഷികളുടെയും ഒക്കെ ഉന്നതരായ പ്രതിനിധികൾ അത്തരം യോഗങ്ങളിൽ സംബന്ധിക്കേണ്ടതുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ, തങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്മരണകൾ യോഗങ്ങളിൽ അയവിറക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കൗൺസിൽ യോഗം ഇന്ന് കോഴിക്കോട്ട് വെച്ച് ചേരാൻ നിശ്ചയിച്ചതുകൊണ്ട് അതോടൊപ്പം തങ്ങളവരുടെ അനുസ്മരണ സമ്മേളനം കൂടി നടത്തണം എന്ന് വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, ഹൈദരലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമോ മാസമോ ഒന്നും നമുക്ക് അനുസ്മരിക്കാൻ ആവശ്യമില്ല. മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഓർമ്മിക്കും എന്നത് ഉറപ്പാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമല്ല, UDFന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് തന്നെ മൊത്തമായി അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളുണ്ട്. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം സ്നേഹ നിർഭരമാക്കാൻ
ശാന്തിയോടും സമാധാനത്തോടും കൂടി നിലനിർത്താൻ, മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ എല്ലാവരും പ്രകീർത്തിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായി സുദീർഘകാലം പ്രവർത്തിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ ആ പരിചയവും അനുഭവ സമ്പത്തും കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്കൃഷ്ടമായ, മറ്റ് സമൂഹങ്ങൾക്ക് മാതൃകയായ സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്താൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളോടും നമ്മോടൊപ്പം നിൽക്കുന്നവരാണോ, എതിർക്കുന്നവരാണോ, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവരാണോ, മതപരമായി എതിർചേരിയിലുള്ളവരാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടേത്. വലിയ ഒച്ചപ്പാടും ബഹളവുമൊന്നുമില്ലാതെ മിതഭാഷിയായി അദ്ദേഹം നിലകൊണ്ടു. കൂടുതൽ സംസാരിക്കാതെ, കൂടുതൽ ബഹളം വെക്കാതെ അദ്ദേഹം സമാധാനപരമായി സഹിഷ്ണുതയോടുകൂടി സമന്വയത്തിനു വേണ്ടി വർത്തിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളീയ സമൂഹത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അദ്ദേഹം കാണിച്ചു തന്ന പാന്താവിലൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് സർവശക്തനായ നാഥൻ നമുക്കേവർക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തളം കെട്ടി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നേതാക്കളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ ഈ അനുസ്മരണ പരിപാടി കഴിഞ്ഞതിന് ശേഷം ചേരുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഈ ചടങ്ങിൽ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നത് ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന തങ്ങളവർകൾ മുസ്ലിം ലീഗിനെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കുന്നതിലും മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം ലീഗിനെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിനുമൊക്കെയായി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമുക്കൊക്കെ അറിയാം. ആ സയ്യിദ് അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങളുടെ ഒരു സ്മരണിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. ആദരണീയനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹമാണ് ആ സ്മരണിക ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും പി വി അബ്ദുൽ വഹാബ് സാഹിബിൻ്റെയും അബ്ദുസമ്മദ് സമദാനി സാഹിബിൻ്റെയും മുനവർ അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം, അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. പ്രമുഖ ബിസിനസ്സുകാരനും പ്രവാസി വ്യവസായിയുമായ കാസർകോട്ടെ ഖാദർ തെരുവത്ത് സാഹിബാണ് അതിൻ്റെ പ്രസിദ്ധീകരണം നിർവഹിച്ചത്. ഇവിടെ അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം ഈ ചടങ്ങിൽ വെച്ച് ആദരണീയനായ തങ്ങളവർകൾ അത് പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. ഖാദർ തെരുവത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ് പുനഃപ്രസിദ്ധീകരണം നടത്തുന്നത്. അതുകൂടി ഈ ചടങ്ങിൽ നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാന കൗൺസിൽ ചേരാനുണ്ട്. ഏതായിരുന്നാലും ഈ യോഗത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ പുതിയ പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ശേഷം പാർട്ടി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ അദ്ദേഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മോടൊപ്പം ചേരും. അദ്ദേഹമാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ എക്സ്-MP അവർകളാണ്. അദ്ദേഹത്തെ വിനയപുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ സന്തത സഹചാരിയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആദരണീയനായ മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡൻറ്റും നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തും നേതാവും ഒക്കെയായ ബഹുമാനപ്പെട്ട ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഭക്ത്യാപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ട് പ്രമുഖരായ മത മേലധ്യക്ഷന്മാർ നമ്മുടെ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. സ്വാമി ഭക്തദത്തൻ ജ്ഞാന തമസ്സി കക്കോടി ശാന്തിഗിരി ആശ്രമത്തിലെ ബഹുമാന്യരായ സ്വാമി ഭക്തദത്തൻ അവർകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
മറ്റൊന്ന് കോഴിക്കോട് ഭദ്രാസനത്തിലെ യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ ചർച്ചിലെ ബിഷപ്പ് പൗലോസ് മാർ ഐറീനിയസ് മൈത്രോപോലീത്തയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിഷപ്പിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗങ്ങളായ KP A മജീദ് സാഹിബ്, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ PKK ബാബ സാഹിബാണ് ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ നിരവധി ബഹുമാന്യരായ നേതാക്കന്മാർ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി സാഹിബ്, ബഹുമാനപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായിനാജി അവർകൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം സാഹിബ്, സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി, ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, CH റഷീദ് സാഹിബ്, ഭീമാപ്പള്ളി റഷീദ് സാഹിബ്, CP ചെറിയ മുഹമ്മദ്, ഷാഫി ചാലിയം തുടങ്ങിയ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളെയും വിവിധ ജില്ലകളിൽ എത്തിച്ചേർന്ന ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരെയും പോഷക സംഘടനകളുടെ ഭാരവാഹികളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ചന്ദ്രികയുടെ മുഖ്യപത്രാധിപർ ബഹുമാനപ്പെട്ട കമാൽ വരദൂർ സദസ്സിലുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തോട് ഈ വേദിയിലേക്ക് കടന്നിരിക്കാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മറ്റ് ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ വാഫിക്ക് തങ്ങളുടെ പുത്രന്മാരായ സയ്യിദ് അബ്ദുള്ള വാഫിക്ക്, സയ്യിദ് അബൂബക്കർ വാഫിക്ക് തങ്ങൾ തുടങ്ങിയ പ്രമുഖരായ വ്യക്തിത്വങ്ങളും ഈ സദസ്സിലും വേദിയിലുമായി നമ്മോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഹൃദയപുരസ്സരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹിത പാരമ്പര്യത്തിന്റെ തുടർക്കണ്ണി, ഈ ഉമ്മത്തിന്റെ നായകൻ, മതേതര കേരളത്തിന്റെ സൗഹൃദ ശബ്ദം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് നമുക്കേവർക്കും പ്രിയങ്കരനായ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ് അവர்களെ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലി സാഹിബ്, മുൻ KPCC പ്രസിഡന്റും നമുക്ക് പ്രിയങ്കരനുമായ പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർ, സ്വാമി ഭക്തദത്തൻ ജ്ഞാന തപസ്സി അവർ, ആദരണീയനായ പൗലോസ് മാർ ഇരിദിയോസ് മെത്രോപൊലിത്ത അവരുടെ, KP A മജീദ് സാഹിബ്, ഇബ്രാഹിം സാഹിബ്, മഹാനായ ബാഫിക്ക് തങ്ങളുടെ പുത്രന്മാരായ സയ്യിദ് ഹുസൈൻ ബാഫിക്ക് തങ്ങൾ, അബ്ദുള്ള ബാഫിക്ക് തങ്ങൾ, ഹംസ ബാഫിക്ക് തങ്ങൾ, അബൂബക്കർ ബാഫിക്ക് തങ്ങൾ, ഹസൻ ബാഫിക്ക് തങ്ങൾ, പ്രിയപ്പെട്ട മുനവ്വർ അലി ശിഹാബ്, ഖാദർ തിരുവത്തവറുകൾ, ആദരണീയനായ PKK ബാബു സാഹിബ്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുള്ള നേതാക്കളെ, ഇവിടെ കൂടിയ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രതിനിധിയെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് സ്വാഗത പ്രസംഗത്തിൽ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആകസ്മികമായിട്ടുള്ള വിയോഗം, അതിനെ തുടർന്ന് ആ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അനുസ്മരണ സമ്മേളനങ്ങളും ചടങ്ങുകളുമെല്ലാം നാടിൻ്റെ നാനാഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ മരണാനന്തരമുള്ള ഓരോ ദിവസങ്ങളിലായിട്ട് നടന്നു വരികയാണ്. കോഴിക്കോട്ട് തന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ അനുസ്മരണ സമ്മേളനങ്ങൾ തന്നെ നടക്കുകയുണ്ടായി. എല്ലാ നേതാക്കളെയും പോലെ തന്നെ എല്ലാ നേതാക്കളെയും കുറിച്ച് നമ്മൾ
പറയാറുള്ളത് ആ നേതാക്കളൊക്കെ ജനഹൃദയങ്ങളിൽ ജീവിച്ചവരായിരുന്നു എന്നുള്ളതാണ്. ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാര്യത്തിൽ ആ പ്രയോഗം തികച്ചും സ്ഥാപിക്കപ്പെട്ട ഒരു പ്രയോഗമായിട്ട് നമ്മളത് നേരിൽ കണ്ടറിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം നടന്ന ദിവസം, ആ മരണം നടന്ന ദിവസം, അദ്ദേഹത്തിൻ്റെ ജനാസ കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ സന്ദർശിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ ഒഴുകിയെത്തിയത്. ആ വലിയ കുത്തൊഴുക്ക് അനിയന്ത്രിതമായിരുന്നു. പോലീസിനോ മുസ്ലിം ലീഗിൻ്റെ വോളണ്ടിയർമാർക്കോ നമ്മുടെ വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്കോ അന്നവിടെ നിന്നിരുന്ന വിക്കായ പ്രവർത്തകന്മാർക്കോ ആർക്കും തന്നെ അതിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചിരുന്നില്ല. വന്നവർക്ക് തന്നെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള തിരക്കായിരുന്നു. കാരണം മയ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് പോലും ഒരു പിടി കിട്ടിയിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ ആ തിരക്കിൽ മയ്യത്ത് കൂടുതൽ വെക്കുന്നത് ഉചിതമല്ല എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം വരുന്നവർ മയ്യത്ത് കാണണമല്ലോ. ഈ കുത്തൊഴുക്കിൽ കാണാൻ പോലും സാധിക്കുന്നില്ല. മാത്രമല്ല രാവിലെ 9 മണിക്കാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് മയ്യത്ത് ഖബറടക്കം. എന്നാൽ രാത്രി 1-12 മണി കഴിഞ്ഞിട്ടും ആളുകളുടെ കുത്തൊഴുക്ക് അവസാനിക്കുന്നില്ല. അത് കൂടി വരികയായിരുന്നു. രാവിലെ 9 മണിക്ക് ഒക്കെ ആകുമ്പോഴേക്ക് അത് വീണ്ടും എത്രയോ ഇരട്ടി ആളുകൾ അവിടെ എത്തുകയും അവർക്ക് ഉൾക്കൊള്ളാനാകാത്ത വിധത്തിൽ അന്ന് മലപ്പുറം നഗരം തിങ്ങി നിറയുകയും ചെയ്യും. അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാവുമോ എന്ന് പോലും ഭയപ്പെട്ടു. പോലീസിന് അതായിരുന്നു ഭയം. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ, ആളുകളുടെ ഈ തിക്കും തിരക്കിലും പെട്ട് എന്തെങ്കിലും കാഷ്വാലിറ്റി വരുമോ എന്ന് അത്തരത്തിലൊരു ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ചതിലും ആ സമയത്തിലും ഒരു മാറ്റം വരുത്തി രാത്രി തന്നെ മയ്യത്ത് ഖബറടക്കാനാണ് തീരുമാനിച്ചത്. ആളുകളുടെ ആ ജനപ്പെരുപ്പം അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഒഴുക്ക് അപ്പം നിന്നിട്ടുമില്ല. പിന്നെ മരണപ്പെട്ടതിന് ശേഷം പിറ്റേന്ന് മുതൽ ഒരു 6-7 ദിവസം ആ ഒഴുക്ക് തുടർന്നു എന്നുള്ളതാണ്. പള്ളിയിൽ വന്ന് സിയാറത്ത് ചെയ്തു, ഖബറിങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഒക്കെയാണ് ആളുകൾ പിന്നെ പോയത്. ആ 7 ദിവസം ഉള്ള ആ തിരക്ക്, അതാണ് പറഞ്ഞത്. അദ്ദേഹം ജനഹൃദയങ്ങളിലായിരുന്നു. കാരണം അദ്ദേഹം 1 വർഷമായിട്ട് പൊതുരംഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അസുഖം ബാധിച്ച് അതിൻ്റെ വിശ്രമവും അതിൻ്റെ ആശുപത്രി വാസവും ഒക്കെ കാരണമായി ജനങ്ങൾക്ക് അദ്ദേഹത്തെ 1 കൊല്ലമായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കാരണം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണണം. അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച അവരുടെ നേതാവിന് ഒരു നോക്കെങ്കിലും, ഒരു അന്ത്യ കാഴ്ചയെങ്കിലും കാണണം എന്ന ആ വലിയൊരു ആഗ്രഹം ജനങ്ങളിലുണ്ടായത്, ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്.
ജനഹൃദയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനം. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്കാണ് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗികമായിട്ട്, അതിനു മുമ്പ് അവിടെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ യോഗങ്ങളിലും അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികളിലൊക്കെ അദ്ദേഹം സംബന്ധിക്കാറുണ്ട്. എന്നാൽ ജില്ലാ പ്രസിഡന്റ് എന്ന ഔദ്യോഗിക പദവി അത് ഏറ്റെടുത്തതിന് ശേഷം ആണ് ഔദ്യോഗികമായിട്ടുള്ള കൃത്യ നിർവഹണം അദ്ദേഹം നടത്തുന്നത്. ദീർഘകാലം മലപ്പുറം ജില്ലാ പ്രസിഡൻ്റായി. അതിനുശേഷം സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് ശേഷം സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തു. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നുകൊണ്ട് പാർട്ടി പരിപാടികൾ, പാർട്ടിയെ കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ആത്മീയ നേതൃത്വ രംഗത്തും അദ്ദേഹം നിറഞ്ഞു നിന്നു സംസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ. അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ, സൗഹൃദവേദി ഉണ്ടാക്കുന്നതിൽ, അതിലൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ. മാതൃകാപൂർണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ സാധിക്കാത്തത്. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ശ്രീ രാജേഷ് അവർകൾ നമ്മുടെ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ബഹുദൂരം യാത്ര ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്കായിട്ട് ഇവിടെ എത്തിയത്. ബഹുമാനപ്പെട്ട സ്പീക്കറെ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമ്മേളനം തുടങ്ങാൻ തന്നെ അല്പം വൈകിയിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെയൊക്കെ മുൻ മൂത്ത സഹോദരൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാവ് സെയ്ദ് പൂക്കോയ തങ്ങൾ, അദ്ദേഹവും, ഞാൻ ആദ്യം ശിഹാബ് തങ്ങളെ പറയാൻ കാരണം നിങ്ങളൊക്കെ അദ്ദേഹവുമായിട്ട് കണ്ടും കേട്ടും പരിചയമുള്ളവരാണല്ലോ. അപ്പം അതിനുമുമ്പ് എൻ്റെ പിതാവ് പൂക്കോയ തങ്ങൾ, അദ്ദേഹത്തിൻ്റെയും ആ പാത അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടുമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അത്യാദരവ് നേടിയൊരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണല്ലോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സർവശക്തൻ അദ്ദേഹത്തിൻ്റെ ഖബറിടത്തെ വിശാലമാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറത്തിനെ വെളിച്ചമാക്കുമാറാകട്ടെ. കേരള നിയമസഭയിലും ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ അധികരിച്ചുകൊണ്ട് നിയമസഭയിൽ അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ തന്നെ മുന്നോട്ട് വന്നു. ആ അനുസ്മരണ പ്രമേയം വളരെ സമഗ്രമായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, പാർട്ടിയുടെ ചരിത്രം, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെഫറൻസ് രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു അനുശോചന പ്രമേയമാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതിനുള്ള കൃതജ്ഞത അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. കേരളത്തിലെ ഇടതുപക്ഷ യുവജന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ സാന്നിധ്യവും മുൻ പാർലമെന്റ് മെമ്പറും ഇപ്പോൾ കേരള നിയമസഭാ സ്പീക്കറുമായ ശ്രീ MP രാജേഷ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തുന്ന
പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ്, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ സ്വാമി ഭക്തദത്തൻ ജ്ഞാനതപസ്വി, പൗലോസ് മാർ ഐറീനിയസ് മെത്രോപൊലീത്ത, ശ്രീ KPA മജീദ്, ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, ശ്രീ PKK ബാവ, ശ്രീ PMA സലാം തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്നതിന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ അറിയിക്കുകയാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗം അകാലത്തിലുള്ളതായിരുന്നു. രണ്ട് കാരണം കൊണ്ട് അത് അകാലത്തിലുള്ള വിയോഗമാണ്. ഒന്ന്, അദ്ദേഹം കുറേ കാലം കൂടി ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നു. മരിക്കാൻ മാത്രമുള്ള പ്രായമായിരുന്നില്ല. 71-72 വയസ്സെന്നുള്ളത് ഇന്ന് ഒരു വലിയ പ്രായമല്ല. രണ്ടാമത്തെ കാരണം, അദ്ദേഹത്തെപ്പോലൊരാളുടെ സാന്നിധ്യം അനിവാര്യമായ ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കടന്നു പോകുന്നത് എന്നതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം അകാലത്തിലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമസഭാംഗമല്ലാതിരുന്നിട്ടും, ഒരിക്കൽ പോലും അദ്ദേഹം നിയമസഭാംഗമായിട്ടില്ല, ഒരിക്കൽ പോലും നിയമസഭാംഗമല്ലാതിരുന്നിട്ടും കേരള നിയമസഭ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ചരമോപചാരം അർപ്പിക്കുകയുണ്ടായി. അതൊരു അസാധാരണമായിട്ടുള്ള കാര്യമാണ്. സാധാരണ നടപടിക്രമം നിയമസഭാംഗങ്ങളായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ ചരമോപചാരം നടത്തുക എന്നതാണ്. അപൂർവം സന്ദർഭങ്ങളിലാണ് അല്ലാതെ അനുസ്മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ജനപ്രതിനിധിയായിട്ടുണ്ടോ എന്നതിനപ്പുറം കേരളത്തിൽ ഔന്നത്യമുള്ള, സർവരാലും ആദരിക്കപ്പെടുന്ന ജനനേതാവായിരുന്നു എന്നുള്ളതാണ്. ആ ജനനേതാവിനെ ആണ് നിയമസഭ, ജനപ്രതിനിധി സഭ അനുസ്മരിച്ചത്, ആദരിച്ചത്. പാണക്കാട് തങ്ങൾ ഒരു മത നേതാവായിരിക്കുമ്പോൾ തന്നെ മറ്റ് മതങ്ങളുമായും, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരിക്കുമ്പോൾ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായും സ്നേഹത്തോടെ വർത്തിച്ച ഒരു നേതാവാണ്. അത് വളരെ ഔന്നത്യമുള്ള, വിശാലമായ വീക്ഷണമുള്ള വ്യക്തികൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ആ ഗുണം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിതത്തിൽ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഒരുപാട് പേർ അദ്ദേഹം മരിച്ച സമയത്തത് അനുസ്മരിച്ചിരുന്നു. എല്ലാവർക്കും പ്രാപ്യനായ, വളരെ ലാളിത്യത്തോടെയും വിനയത്തോടെയും എല്ലാ വിഭാഗം ആളുകളുമായും ഇടപെട്ട നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. സാമൂഹിക പ്രവർത്തനം എന്നത് കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കലാണ് ജീവിതത്തെ എന്ന് തെളിയിച്ച നേതാവാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. അത് ജീവിത പ്രശ്നങ്ങളിൽ, സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ ആണ്ട് മുങ്ങുന്നതാണ് സാമൂഹിക പ്രവർത്തനം എന്ന് തങ്ങൾ തെളിയിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ദൈനംദിനം നൂറുകണക്കിന് ആളുകളാണ് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക്
തങ്ങളുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പറയാനും പങ്കുവെക്കാനുമായി എത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം അദ്ദേഹം ക്ഷമയോടെ കേട്ടു, സാധ്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി, സഹായങ്ങൾ ചെയ്തു. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് സഹായത്തിനും ആശ്വാസത്തിനുമായി തങ്ങളെ തേടി വരുന്ന അനേകം ആളുകളുണ്ടാവും. എല്ലാത്തിനും ഒരുപക്ഷെ പരിഹാരമുണ്ടാക്കാൻ കഴിയണമെന്നില്ല. എങ്കിലും അവർക്കൊരാശ്വാസം പകരുക, ക്ഷമയോടത് കേൾക്കുക, ആശ്വാസം പകരുക എന്നത് തന്നെ പ്രധാനമാണ്. അങ്ങനെ തങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇറക്കി വയ്ക്കാനുള്ള അത്താണിയായി അനേകായിരങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അത് അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസമാണ്. അദ്ദേഹത്തോട് പോയി പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, സാധ്യമായത് ചെയ്യും എന്നൊരു വിശ്വാസം. ആ വിശ്വാസ്യതയാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം തന്നെ കാണാൻ വരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഡയറിയിൽ എഴുതി വച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആ ഡയറി കുറിപ്പുകൾ പിന്നീടൊരിക്കൽ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചാൽ, സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചാൽ അത് വളരെ ജീവിതഗന്ധിയായ ഒരു പുസ്തകമായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരുപക്ഷെ സംഘാടകർ മുൻകൈ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗമ്യമായിട്ടുള്ള സംസാരവും പെരുമാറ്റവും ആയിരുന്നു എന്നതാണ്. മുഖത്തു തന്നെ ആ സൗമ്യദീപ്തമായിട്ടുള്ള ഒരു പ്രകാശവലയം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. സൗമ്യമായ സഹിഷ്ണുതയോട് കൂടിയിട്ടുള്ള ആ സമീപനം ഇന്നേറെ ആവശ്യമുള്ളൊരു കാലമാണ്. രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം ഒരിക്കലും സമചിത്തത കൈവിട്ടിട്ടില്ല. വാക്കിൽ, പെരുമാറ്റത്തിൽ ഒന്നും സമചിത്തത അദ്ദേഹം കൈവിട്ട് കണ്ടിട്ടില്ല. വേദിയിൽ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ പരുഷമായ വാക്കുകൾ അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. വളരെ വിവേകത്തോടെ, പക്വതയോടെ, സമചിത്തതയോടെ, സംയമനത്തോടെ, കരുതലോടെ വാക്കുകൾ ഉപയോഗിച്ച, വാക്കുകൾ വാരിവലിച്ചെറിഞ്ഞ് ധൂർത്ത് കാണിക്കാതിരുന്ന ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അതും ഒരു നേതൃഗുണമാണ്. എന്ത് പറയണം എന്നതിൽ വ്യക്തത ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് പറയാതിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചും ഓരോ സന്ദർഭത്തിലും എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചുമുള്ള വകതിരിവ് നന്നായി പുലർത്തിയ നേതാവാണ്. ആ സൗമ്യവും സഹിഷ്ണുതയോട് കൂടിയിട്ടുള്ളതുമായ സമീപനമാണ് വലിയ പ്രതിസന്ധികളിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും ഒക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ, മുസ്ലിം ലീഗിനെ അക്ഷോഭ്യമായി നയിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതും. അതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ ഉറ്റുനോക്കിയത്. അക്ഷോഭ്യനായിട്ട് അദ്ദേഹത്തിന് തൻ്റെ പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുമായി അദ്ദേഹം സൗഹാർദ്ദത്തോടു കൂടിയിട്ടുള്ള സഹവർത്തിത്വം നടത്തി. അതോടൊപ്പം തൻ്റെ പാർട്ടിയുടെ നിലപാടുകൾ പ്രചരിപ്പിക്കാൻ ശക്തമായി തന്നെ നിലകൊള്ളുകയും ചെയ്തു. ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ സ്വന്തം സമുദായത്തിനകത്ത് അദ്ദേഹം ഐക്യത്തിൻ്റെ പ്രതീകമായിരുന്നു. സമുദായത്തെ യോജിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായി, ഇതര സമുദായങ്ങളെ സംബന്ധിച്ച് സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടും അദ്ദേഹം നിലകൊണ്ടു. അപ്പോൾ സ്വന്തം സമുദായത്തെ യോജിപ്പിക്കുകയും ഇതര സമുദായത്തോട് സഹോദര ഭാവേന പെരുമാറുകയും ചെയ്തൊരു നേതാവ്. ഈ ഗുണവിശേഷങ്ങളെല്ലാം, സവിശേഷതകളെല്ലാം വളരെ അനിവാര്യമായിട്ടുള്ള കാലമാണ്. ഇതെല്ലാം ഉള്ളൊരു നേതാവിനെ സഹിഷ്ണുത, കേൾക്കാനുള്ള മനസ്സ്, അതുപോലെ സംയമനം, സമചിത്തത, വിവേകം, ഇതെല്ലാമുള്ള നേതാക്കളെ ആവശ്യമുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.
ജനവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിനും ഇടയില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്നത് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും നേരെയുള്ള വെല്ലുവിളി എന്നതാണ്. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും നേരെയുള്ള വെല്ലുവിളി നേരിടാൻ മറ്റ് ഭിന്നതകൾക്കെല്ലാം അതീതമായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒരുമിക്കേണ്ട സന്ദർഭങ്ങളിലെല്ലാം ഒരുമിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് മത്സരിക്കേണ്ടി വരും, രാഷ്ട്രീയമായ ഭിന്നതകൾ ഉണ്ടാവും. അതെല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ആയിട്ടുള്ള മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ ഭിന്നതകൾക്കതീതമായിട്ട് യോജിക്കേണ്ട സമയമാണിത്. അതിന് ഇതുപോലുള്ള നേതാക്കളുടെ സാന്നിധ്യം മനുഷ്യരെ ഐക്യപ്പെടുത്താൻ, യോജിപ്പിക്കാൻ, സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ഇതുപോലുള്ള നേതാക്കളുടെ സാന്നിധ്യം വളരെ വളരെ അനിവാര്യമായിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ നേതാക്കളെല്ലാം മരിക്കുമ്പോൾ പറയും വലിയ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയുടെ മരണവും നഷ്ടമാണ്. അത് പൊതുപ്രവർത്തകരുടേതാകുമ്പോൾ കൂടുതൽ ആളുകളെ സംബന്ധിച്ചത് നഷ്ടമാണ്. എന്നാൽ അതിനപ്പുറം മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്ന, സമുദായത്തിൽ സ്പർദ്ധയും അകൽച്ചയും പകയും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പിന് ചില ശക്തികൾ കാത്തുനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പാണക്കാട് തങ്ങളെപ്പോലുള്ള ഒരാളുടെ വിയോഗം അക്ഷരാർത്ഥത്തിൽ കനത്ത നഷ്ടമാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നഷ്ടമല്ല, കേരള സമൂഹത്തിനാകെ ഒരു നഷ്ടമാണ്. എങ്ങനെയാണ് ആ നഷ്ടം നികത്താനാവുക? എങ്ങനെയാണ് പാണക്കാട് തങ്ങളുടെ ഓർമ്മയോട് നീതി പുലർത്താൻ കഴിയുക? മതനിരപേക്ഷതയോടും ജനാധിപത്യത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോട് നീതി പുലർത്താൻ കഴിയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ഇന്ത്യയിൽ ഏറ്റവും ജീവിതയോഗ്യമായ ഒരിടമാക്കി നിലനിർത്തുന്നത് മതനിരപേക്ഷതയോടും ജനാധിപത്യത്തോടുമുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. ആ രണ്ട് മൂല്യങ്ങളും തീർത്തും ശോഷിച്ചു പോയിട്ടില്ല എന്നതാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. രാജ്യമാകെ അസഹിഷ്ണുത പടരുന്നുണ്ട്, രാജ്യമാകെ പകയും വിദ്വേഷവും വളരുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങളും അലയൊലികളും ഇവിടെയുമുണ്ട്, ഇവിടെ ഇല്ല എന്നുള്ളതല്ല. അസഹിഷ്ണുത വർഗീയമായ അസഹിഷ്ണുത മാത്രമല്ല, വർഗീയമായ അസഹിഷ്ണുത മറ്റ് മേഖലകളിലേക്കും പടരുന്നുണ്ട്. തങ്ങളുടെ അഭിപ്രായത്തോട് നിലപാടിനോട് യോജിക്കാത്ത എല്ലാവരെയും ഭർസിക്കുക, കടന്നാക്രമിക്കുക, കടുത്ത വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക, അത് ഈ അസഹിഷ്ണുതയുടെ ഒരു അടയാളമാണ്. അത് വർഗീയമായിട്ടാവാം, അല്ലെങ്കിൽ വേറൊരു പ്രശ്നത്തിലാവാം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ തൊഴിലാളികൾ ആകെ നടത്തിയിട്ടുള്ള പണിമുടക്കിനോട് സ്വീകരിച്ചൊരു സമീപനത്തിലും ഈ അസഹിഷ്ണുത നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്കിഷ്ടമില്ലാത്തതിനോടൊന്നും പൊരുത്തപ്പെടുകയില്ല, അല്ലെങ്കിൽ അതിനെ ഒന്നും മാനിക്കുകയില്ല എന്നൊരു സമീപനം അത് വളർന്നു വരികയാണ്. ആ അസഹിഷ്ണുത എന്നത് അതിൻ്റെ വേരുകൾ ഫാസിസത്തിലാണ്. ഫാസിസ്റ്റ് ചുവയുള്ള അസഹിഷ്ണുതയാണത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന അസഹിഷ്ണുത മാത്രമാണ് പ്രശ്നം എന്ന് നാം ആരും തെറ്റായി ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് അസഹിഷ്ണുതയുടെ ഈ കാലത്ത്, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഈ കാലത്ത്, അത് പടർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെപ്പോലുള്ള അസാധാരണമായിട്ടുള്ള ഗുണവിശേഷങ്ങളുള്ള, മാനുഷികമായ നന്മകളുള്ള ഒരു നേതാവിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ്. ആ നഷ്ടം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് നമുക്ക് കൂട്ടായി നികത്താം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവോടുകൂടി തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ.
മഹാനായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പവിത്രതയും പാരമ്പര്യവും പൂത്തുലഞ്ഞ മണ്ണിൽ നിന്ന് മുസ്ലിം ലീഗിന് അഭിമാനകരമായ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ് ഈ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയാണ്. I would like to invite Mr. Professor Qadar Moideen Sahib, Honorable President of Indian Union Muslim League National Committee, for keynote address. Please, sir. The name of God, the most gracious, the most merciful. Respected President of this condolence meeting, Sayyid Sadiq Ali Shihab Tangal ji, our Honorable Speaker Rajesh ji, who has inaugurated this function. Our National General Secretary, Ali Janab Kunali Kuti MLA Sahib, Sri Mullaipalli Ramadachandran, former President of the State Congress, Sri Swami Jnana Davasvi ji, Reverend Bishop Paulus Moore ji, Brother KPA Majid Sahib, Ibrahim Kunji Sahib, Ali Janab Sayyid Munawar Ali Shihab Tangal, Baba Sahib, and revered ulamas on the dais, brothers and sisters. We all gathered here to seek the blessings of God Almighty on the departed soul of our great leader, Sayyid Hyder Ali Shihab Tangal Sahib. Death does not come due to disease. Death comes to everybody as it is preordained. Nobody can prevent death. What we can do is to seek the blessings of God for the departed soul. Our great leader who lived in our midst, to so saying, as though an angelic quality, a man of angelic quality in the human form. I am a humble servant of the community and Muslim League servant since 1956. During Qaid-e-Millat time, Abdur Rahman Bafaki Sahib Tham, C.H. Muhammad Goya's period, our former spiritual mentor, Sayyid Muhammad Ali Shihab Tangal ji, our former National President Ahmad Sahib, and all the leaders, I have worked with them. But Hyder Ali Shihab Tangal, who lived in our midst, always for us, as a man of innocence in every sense. Nobody can find fault with him. We have studied history, biographies of great men
as the one who does everything according to the intention, expression, and action. Who is an integrated personality. Everybody has an intention. Intention is expressed. Expressed is put into action. One who integrate the intention, expression, and action is a rare genius in the midst of us. Haidar Shihab Tangal was such a great genius, rare genius, who was known as a man of integrity. Therefore, wherever we found him, we used to say it is the wisdom that has come from Panakkad. From Tamil Nadu, we used to say Panakkad is not Panakkad for us, it is a Jnanakkad, the garden of wisdom. Therefore, from Panakkad, he was radiating his luster, his light throughout India. He may be called as the president of the State Muslim League. He honored the chair of All India Political Advisory Committee. In actuality, he was a leader of the Indian Muslim League. Therefore, we used to call him as the Imam of Hind, not as a leader of Indian Union Muslim League. We used to call him as the Imam of Hind. Therefore, such a great soul, which lived in our midst as a symbol of peace, as an epitome of harmony, and the harbinger of humanism. In him we found these are all great qualities. As far as a leader of the Indian Union Muslim League, he guided the community to follow Islam. At the same time, every Muslim in this country, whether he lives or he happens to be in any party, as a Muslim in this country, he has to carry in one hand the Holy Quran, in another hand the constitutional framework, the Indian Constitution. Every Muslim in this country should carry in one hand the Constitution of our country and the Holy Book. This is the advice given by great Haidar Shihab Tangal to each and every one of us. Not only said it, he lived it. At the same time, he was a leader of the Indian Union Muslim League, because Indian Union Muslim League is a rare political organization in the whole world. The world, in the Muslim countries, majorities are there, minorities are there. Wherever Muslims live as minorities should find in the example of the Indian Union Muslim League as the real potential useful political organizations. Indian Union Muslim League has set as the example to be followed by Muslims wherever they live in minorities. This is the lesson he had taught us. This is the legacy he has left behind. Therefore, as Muslims of India, when they get united in political field, he said to us
We Muslims of India should get united, not to oppose anybody, not to do harm to anyone, to help the country to grow and develop along with the community. That is the idea that he has given us. Therefore, the golden ideas that he has given to us are before us. As a dutiful citizens of this great nation, we have to follow those noble ideals, noble principles, the noble ideas that he has left us, he has given us, are ever to be followed by Muslims of India. That is the message that we receive and get from the life of Hyder Ali Shihab Thangal. Therefore, we all mingle together, gather together to pray for his soul, rest in peace. May God Almighty, the gracious, the merciful, shower his choicest blessings upon the departed soul, the great leader who lived in midst of us as not only as a leader, as a guide, as a mentor, as the real angelic person in the form of a human form. May Allah bless him. We all pray to his God to bless him, bless him, bless him. Assalamu alaikum. താങ്ക് യു സർ. പ്രഗത്ഭനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും കേരള നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. പ്രിയങ്കരായ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനരായ കേരള നിയമസഭയുടെ അഭിനന്ദനായ സ്പീക്കർ ശ്രീ എം പി രാജേഷ്, നമ്മളുടെ യോഗോദ്ഘാടനം ചെയ്ത ശ്രീ എം പി രാജേഷ്, ബഹുമാനായ നാഷണൽ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ്, നമ്മളെ യോഗത്തിൽ ഇനി സംസാരിക്കാൻ ഇരിക്കുന്ന ബഹുമാനായ സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുമായി വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ ഇനിയും ഇവിടെ സംസാരിക്കാനുണ്ട് സ്വാമി ജ്ഞാന തപസി, അതുപോലെ തന്നെ പൗലോസ് മാർ ഐറിനിയസ് മെത്രാപ്പൊലീത്ത, അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളൊക്കെ. ഞാനതുകൊണ്ട് വളരെ വിശദമായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തേണ്ടതില്ല. സത്യത്തിൽ ഇവിടെ നടന്നത് മുഴുവൻ അനുസ്മരണ പ്രഭാഷണങ്ങളാണ്. ബഹുമാനായ തങ്ങൾ നടത്തിയതും ബഹുമാനായ തങ്ങളെടുത്തു പറഞ്ഞ അനിയന്ത്രിതമായി ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊഴുകി വന്ന സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഒരു നോക്ക് കാണാൻ ഒഴുകി വന്ന ജനലക്ഷങ്ങൾ ഉണ്ടാക്കിയ വിഷമകരമായ പ്രതിസന്ധിയെക്കുറിച്ച് ബഹുമാനായ തങ്ങളവറുകൾ ഇവിടെ അല്പനേരം സംസാരിക്കുകയുണ്ടായി. അതുതന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ആ അന്ത്യയാത്രയിൽ ജനങ്ങൾ കാണിച്ച സ്നേഹവായ്പ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ജീവിച്ചിരിക്കുമ്പോൾ മഹാന്മാരിൽ മഹാനായ ഒരാൾക്കല്ലാതെ അന്തിപ്പാതിര നേരത്ത് ഉറക്കം ഒഴിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി മണിക്കൂറുകളോളം നടുറോട്ടിൽ കാത്തിരുന്ന് ഒരു നോക്ക് കണ്ടേ പോകൂ എന്ന നിലക്കുള്ള ജനങ്ങളുടെ ആ പെരുമാറ്റം അതന്നും പിറ്റേന്നും ഒന്നും തീർന്നില്ല. ഭയപ്പെടുത്തുന്ന രീതിയിൽ
നിയന്ത്രണം വിട്ടുപോകുമോ എന്നുള്ള രീതിയിലായിരുന്നു ആ ഒഴുക്ക്. അഭിമന്യരായ കേരളത്തിലെ പ്രശസ്ത വ്യക്തികളൊക്കെ, ബഹുമാന മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ആളുകളെയൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നൊരു വിധം തങ്ങളെ കാണിച്ചു കൊടുത്ത് മടക്കി അയച്ച വിഷമം ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്ന, ജീവിതകാലത്തെ അദ്ദേഹത്തിൻ്റെ ദിവസം വിളിച്ചോതുന്ന ഒന്നായിരുന്നു അന്ത്യയാത്ര. ബഹുമാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അത് അക്ഷരം പ്രതി അദ്ദേഹത്തിൻ്റെ പൂർവികരും അങ്ങനെ തന്നെ ഈ ഒരു പ്രത്യേക പ്രതിഭാസവും ബഹുമാനായ സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ പ്രകടമാക്കിയിട്ടുണ്ട്. ബഹുമാനായ സ്പീക്കർ നമുക്കറിയാം, അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാത്രമല്ല, സാധാരണമാം വിധം അനിതര സാധാരണമായി മഹൽ വ്യക്തികൾക്ക് നൽകുന്ന പ്രത്യേക റെഫറൻസ് നിയമസഭയിൽ നടത്തി ബഹുമാനായ തങ്ങൾ അവറുകളോട് കേരളത്തിൻ്റെ ബഹുമാനം കാണിക്കുന്ന കാര്യത്തിൽ ശ്രീ MP രാജേഷ് കാണിച്ച ആ വിശാല മനസ്കത, നിയമസഭ കാണിച്ച ആ വിശാല മനസ്കത അദ്ദേഹം ഇന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതും അനുസ്മരണ പ്രഭാഷണം തന്നെയായിരുന്നു. അതുകൊണ്ട് വേറിട്ട അനുഷ്ഠ പ്രഭാഷണം ആവശ്യമില്ല. ബഹുമാനായ ഖാദർ മൊയ്തീൻ സാഹിബ് നമുക്കറിയാം, ചരിത്രം അയവിറക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഇനി സംസാരിക്കാനുള്ള വ്യക്തികളെ, മഹൽ വ്യക്തികളെക്കുറിച്ച്, ശ്രീ മുല്ലപ്പള്ളിയെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയുകയുണ്ട്. അവർ തന്നെ പറയട്ടെ. അതാണ് തങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ബഹുമതി. തങ്ങളുടെ പൂർവികർ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരണപ്പെട്ടു പോയതിന് ശേഷം ദുബായിൽ വെച്ച് ഒരിക്കൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഇരിക്കുന്ന വ്യവസായ പ്രമുഖരായ ഖാദർ സാഹിബിനോട് കാഷ്വലായിട്ട് എപ്പോഴോ പറഞ്ഞ ഒരു കാര്യം, ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ വിട പറഞ്ഞപ്പോൾ ബാഫഖി തങ്ങളെക്കുറിച്ച് മഹൽ വ്യക്തികളൊക്കെ എഴുതിയ ലേഖനങ്ങളുണ്ടാവും, അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ടാവും. കാരണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് അത്ര മഹത്തായ ഒന്നാണ്. അതിലൊന്നുപോലും വിട്ടുപോകരുത്. അതുകൊണ്ട് അന്നത്തെ ലേഖനങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തൊരു പുസ്തകമായി പബ്ലിഷ് ചെയ്യണമെന്ന് ഖാദർ സാഹിബിനോട് പറഞ്ഞു. അന്ന് ഖാദർ അത് അക്ഷരം പ്രതി ചെയ്തു. വളരെ പണിപ്പെട്ട് എല്ലാ ലേഖനങ്ങളും കളക്ട് ചെയ്തു. ഞാനൊക്കെ എഴുതിയിരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ എന്ന കപ്പാസിറ്റിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കണ്ടിട്ടില്ല, പുനഃപ്രസിദ്ധീകരിക്കുന്ന ബുക്കൊന്ന് മറിച്ച് നോക്കണം. അപ്പം എന്തായാലും ശരി, അതൊരു ചരിത്ര ഗ്രന്ഥമായി തങ്ങൾ തന്നെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്നെ ദുബായിൽ വെച്ച് പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൽ കുറേ കൂടി മാറ്റം വരുത്തി കളക്ട് ചെയ്ത് ബാഫഖി തങ്ങളുടെ ഓർമ്മ എന്നെന്നും നിലനിൽക്കാനുള്ള ചരിത്രരേഖയായി ശ്രീ ഖാദർ ബഹുമാനായ തങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ആ ചടങ്ങ് കൂടി ഇവിടെയുണ്ട്. എന്തുകൊണ്ടും ജീവിതം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതല്ല. ആ അവസരം കേരളത്തിലെ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സമുദായത്തിൻ്റെയും സമൂഹങ്ങൾ തമ്മിലുള്ളതുമായ വളർച്ചക്കും ഉയർച്ചക്കും അതുപോലെ തന്നെ സാമൂഹ്യ പ്രാധാന്യമുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അധസ്ഥിതരുടെയും പിന്നോക്കക്കാരുടെയും അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ആളുകളുടെയും ഒക്കെ ഉന്നമനത്തിനും രോഗികളുടെയും വേദന അനുഭവിക്കുന്നവരുടെയും ഉന്നമനത്തിനും ശ്രേയസ്സിനും വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ് ഈ മഹൽ വ്യക്തികളുടെ ഒക്കെ അവരുടെ ഏറ്റവും വലിയ രാജ്യത്തിനും സമൂഹത്തിനുമുള്ള സംഭാവന. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടേതും അതാണ്. ബഹുമാനായ പരേതനായ ഏറ്റവും ശ്രേഷ്ഠനായ PMSA പൂക്കോയ തങ്ങളുടെ ചരിത്രം അതുതന്നെയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ ഉമർ അലി തങ്ങളുടെയും ഇപ്പോൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ അവരുടെ ഹിസ്റ്ററി, ആ ചരിത്ര പശ്ചാത്തലം വെച്ച് അവർ സമൂഹത്തിനും പാർട്ടിക്കും അതുപോലെ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിനൊക്കെ അവരുടെ സ്വന്തം കപ്പാസിറ്റിയിൽ അങ്ങോട്ട് സംഭാവന ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഏറെ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അവരെ ബഹുമാനിക്കുന്നത്. ആ നന്മയാണ് അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത്. ആ
അവരുടെ നന്മയിലാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രതിജ്ഞ പുതുക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിത സംഭാവന അദ്ദേഹത്തിന് നാളെ പരലോകത്ത് വലിയ ഗുണമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ്. മലയാളി ജനതയുടെ ആത്മീയ നവോത്ഥാന പാതകളിൽ പഞ്ചമി ചന്ദ്രിക പോലെ പതഞ്ഞൊഴുകിയ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവചരിത്രം, അതിന്റെ പുനഃപ്രസിദ്ധീകരണവും വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. 1973 ചന്ദ്രിക പ്രസിദ്ധീകരിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവിതം സമഗ്രമായി പ്രതിപാദിക്കുന്ന സ്മരണികയുടെ പുനർപ്രകാശന ചടങ്ങിന് നമ്മുടെ വേദി സാക്ഷിയാകുന്നു. വ്യവസായ പ്രമുഖനും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധേയ സംഭാവന അർപ്പിക്കുകയും ചെയ്ത ശ്രീ ഖാദർ തിരുവത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് അതിന്റെ കോപ്പി കൈമാറിക്കൊണ്ട് അതിന്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അതിന്റെ കോപ്പി ഏൽപ്പിക്കുകയാണ്. ചടങ്ങിലേക്ക് കടക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മക്കളായ സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ, കേരള നിയമസഭാ സ്പീക്കറെ ശ്രീ എം പി രാജേഷ് അവറുകളെ അതിന്റെ കോപ്പി ഏൽപ്പിക്കുകയാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മക്കൾ സയ്യിദ് ഹുസൈൻ ബാഫഖി തങ്ങൾ, അബൂബക്കർ ബാഫഖി തങ്ങൾ, ഹംസ ബാഫഖി തങ്ങൾ, സയ്യിദ് അബ്ദുള്ള ബാഫഖി തങ്ങളുടെയും സാന്നിധ്യത്തിലുള്ള ഈ മഹത്തായ ചടങ്ങാണ് നമ്മുടെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ കോപ്പി സദസ്സിലെത്തിക്കുന്നതാണ്, എല്ലാവരിലേക്കും എത്തുന്നതാണെന്ന് അറിയിക്കുകയാണ്. മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. സാദരം പ്രഭാഷണ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കേരള സ്പീക്കർ ശ്രീമാൻ MP രാജേഷ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ്, അനുസ്മരണ പ്രസംഗം നടത്തിയ ബഹുമാനായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദനായ സ്വാമി ഭക്തദത്ത ജ്ഞാനസ്വ തപസ്സി, അഭിവന്യ പിതാവെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ആദരണീയ നേതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, ആദ്യമേ തന്നെ സർവാദരണീയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദരം അർപ്പിക്കുന്നു. അങ്ങേയറ്റം ഹൃദയബദ്ധിയോടുകൂടിയാണ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ ഞാനും മലപ്പുറത്ത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ അന്ന് എത്തിയത്. തീവ്ര ദുഃഖത്തോടു കൂടിയാണ് 10,000-കണക്കായ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരെത്തിച്ചേർന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്, ഒരു നേതാവിന്
ജനം നൽകിയ ഇത്രയും വൽപ്പിച്ച സ്നേഹവും ആദരവുമൊക്കെ തന്നെ അന്ന് മലപ്പുറത്ത് തടിച്ചുകൂടിയ 10,000ങ്ങളുടെ ആ സ്നേഹവായ്പ കണ്ടപ്പോൾ അത് ആ സ്നേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. എനിക്ക് ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളുമായി ദീർഘവർഷക്കാലത്തെ ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം, കരുതലോടെയുള്ള പെരുമാറ്റം, അതൊക്കെ തന്നെ ഈ ചടങ്ങിൽ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിറയുകയാണ്. എപ്പോഴൊക്കെ തന്നെ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയിട്ടുണ്ടോ അന്നൊക്കെ തന്നെ സഹോദര നിർവിശേഷമായ സ്നേഹമാണ് അദ്ദേഹം എനിക്ക് വാരിക്കോരി തന്നത്. പ്രവാചക പാരമ്പര്യമുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ രാഷ്ട്രീയം അത് മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനവ മൈത്രിയുടെയും രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. തൻ്റെ അഭിവന്ദനായ പിതാവിൽ നിന്നും സ്നേഹനിധിയായ ശഹോദരനിൽ നിന്നും കിട്ടിയ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക ബോധ്യങ്ങളാണ് എന്നും ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് കരുത്തും പ്രചോദനവുമായിട്ട് വർത്തിച്ചത്. അവർ കാണിച്ച വഴി എല്ലാ കാലത്തും നേരിൻ്റേതായിരുന്നു, എല്ലാ കാലത്തും ശരിയുടെ മാർഗമായിരുന്നു അവരൊക്കെ തന്നെ കാണിച്ചത്. രാഷ്ട്രീയ രംഗത്തും ആത്മീയ രംഗത്തും ഒരേ സമയം സാർത്ഥകമായ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് ലളിതമായൊരു കാര്യമല്ല. 1000-ലേറെ വരുന്ന മഹലുകളുടെ കാസിയായി, അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, സമസ്തയുടെ സമാരാധ്യനായ നേതാവായി ഈ സംസ്ഥാനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു കാര്യമായിട്ട് എനിക്ക് വിലയിരുത്താൻ സാധ്യമല്ല. മതമൈത്രി, അതുപോലെ സാമുദായിക സാഹോദര്യം, അതിൻ്റെ മകുട ഉദാഹരണമായിട്ടാണ് ഞാൻ ഹൈദരലി ശിഹാബ് തങ്ങളെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. 1992 കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ദുഃഖസ്മരണയായി നിൽക്കുകയാണ്. ബാബരി മസ്ജിദ് തകർച്ച, ആശങ്കയും ഭീതിയും ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പടർന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്തും സംഭവിക്കുമെന്നില്ല. ആ സമയത്താണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദൃഢമായൊരു നിലപാട് സ്വീകരിച്ചത്. അത് ബഹുസ്വരതയ്ക്കും ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്കും അനുകൂലമായിട്ടുള്ള ഈ 2 തത്വങ്ങൾക്കും ഒരു പോറലേൽപ്പിക്കാത്ത ഒരു നിലപാടായിരുന്നു അദ്ദേഹം അന്ന് സ്വീകരിച്ചത്. വിശ്വാസികൾ ഒരു പ്രകോപനങ്ങൾക്കും വിധേയരാകാതെ അവർ തെരുവുകളിൽ ഇറങ്ങാൻ പാടില്ല എന്ന് അദ്ദേഹം അന്ന് തൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് അഭ്യർത്ഥിച്ചത് ഞാൻ ഓർക്കുകയാണ്. സ്നേഹവും ദൃഢവുമായിട്ടുള്ളൊരു അഭ്യർത്ഥനയായിരുന്നു ആ അഭ്യർത്ഥന. പ്രാർത്ഥിക്കുക, സംഘർഷങ്ങളുടെ ഭാഗമാകാതിരിക്കുക, അതായിരുന്നു അന്ന് അദ്ദേഹം നൽകിയ ആഹ്വാനം. ആ ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ അതിശക്തമായ ഉരുക്കുകോട്ട, ആ ഉരുക്കുകോട്ടയുടെ കാവൽക്കാരനായി ആ ജില്ലയുടെ അധ്യക്ഷനായിരുന്നത് നമ്മുടെ ഇന്നിവിടെ ആദരവോടെ അനുസ്മരിക്കുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ നേതൃത്വവും തൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠൻ്റെ ആഹ്വാനവുമെല്ലാം തന്നെ ചെവിക്കൊണ്ട മലപ്പുറത്തെ ജനങ്ങൾ ഒരിടത്ത് പോലും അനിഷ്ട സംഭവം ഉണ്ടാക്കിയിട്ടില്ല എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അത് നിലകൊള്ളുകയാണ്. ഹൃദയപൂർവമായ അഭ്യർത്ഥന ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും നിരാകരിക്കാൻ സാധ്യമല്ല എന്ന് തെളിയിച്ചൊരു സംഭവമായിട്ടാണ് ഞാനതിനെ വിലയിരുത്താൻ നൽകുന്നത്. ജ്യേഷ്ഠനോടൊപ്പം തന്നെ സമർത്ഥമായ നേതൃത്വപാഠവും കാണിച്ചുകൊണ്ടാണ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നമ്മുടെ വിട്ടുപിരിയുന്നത് വരെ പ്രവർത്തിച്ചതെന്ന കാര്യം എനിക്ക് വളരെ നന്നായിട്ടറിയാം. ഏതാണ്ട് 10-18 വർഷക്കാലം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷനായിരുന്നു.
പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അതിസൂക്ഷ്മമായി രാഷ്ട്രീയ കാര്യങ്ങളെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് എന്ന് ഞാൻ അനുസ്മരിക്കുന്നു. അദ്ദേഹം വിവാദങ്ങൾക്ക് അതീതനായിരുന്നു. സമുദായത്തിൻ്റെ ഭിന്നതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം, അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങൾക്കിടയിൽ, മറ്റ് മതങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അദ്ദേഹം മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ ആ സമീപനം അത് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. സാമുദായിക മൈത്രിയുടെ കാവലാളായിട്ടാണ് എനിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ എപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കുക. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വിനയമധുരമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹം. ലാളിത്യവും വിനയവും ചേർന്ന ആ പ്രസാദാത്മകമായ മുഖം മറക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. ഈ വേദിയിൽ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിറപുഞ്ചിരിയോട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപം നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ കാരുണ്യം, സഹജീവികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, ആ മഹാനുഭാവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ കാണിച്ച വഴി, അതൊക്കെ തന്നെ നമുക്ക് എന്നും പ്രചോദനമാകട്ടെ, വഴികാട്ടിയാവട്ടെ എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നടന്നു നീങ്ങിയ വഴിയിൽ വിശുദ്ധിയുടെ നറുമണം അത് പ്രസവിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാം തന്നെ അഭിവന്ദനായിട്ടുള്ള പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കടന്നുപോയത്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപരക്കാരനായിരിക്കുമ്പോഴും മതസൗഹാർദ്ദത്തിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച ആ നേതാവിൻ്റെ അനശ്വരമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാനൊരു നിമിഷം നമ്രശംസ്കനായി നിൽക്കുന്നു. സർവാദരങ്ങളും ആ ഓർമ്മയ്ക്ക് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിട ചോദിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. കക്കോടി ശാന്തഗിരി ആശ്രമത്തിലെ സർവാദരണീയരായ സ്വാമി ഭക്തദത്തൻ ജ്ഞാന തപസ്വി അഭിസംബോധന ചെയ്യുന്നു. നമസ്കാരം. ബഹുമാന്യരെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളായ അധ്യക്ഷൻ ശ്രീ സയ്യദ് സാദിഖലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ എം ഖാദർ മൊയ്തീൻ, നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ സ്പീക്കർ എം പി രാജേഷ് അവർകൾ, എല്ലാവരുടെയും പ്രിയങ്കരനും മുൻ KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ, റെവറൻഡ് ബിഷപ്പ് കുഞ്ഞാലിക്കുട്ടി സാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും ഉടമസ്ഥർക്ക് എൻ്റെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരിൽ ഗുരു സ്ഥാപിച്ച മതാതീത ആത്മീയ കേന്ദ്രമായ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേരിലും ആദ്യമായി എൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്രസ്മരണ ഏടുകളിൽ അവസ്മരണീയമായ ചില നാമങ്ങൾ നക്ഷത്ര ശോഭയോടെ എപ്പോഴും തിളങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെയൊരു നാമമാണ് നന്മയുടെ മൂർത്തിമത് ഭാവമായി ജനസഞ്ചയത്തിന് ഒരു പുതു വഴിത്താര കാണിച്ചു തരികയും സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റവും ചലനവും തൻ്റെ ജീവിതം കൊണ്ട് സൃഷ്ടിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മകളുടെ വെളിച്ചമായി മാറിയ പാണക്കാട് സയ്യദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന വലിയൊരു പ്രസ്ഥാനം. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നേരത്തെ ഇവിടെ പറയുണ്ടായി, നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ സൗമ്യദീപ്തമായ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും വരുന്ന നിഷ്കളങ്കമായ ആ ചിരിയാണ്. പാണക്കാട് കുടുംബത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളക്കരയിലെ പ്രവാചകൻ്റെ പരമ്പരയുടെ തുടർച്ചയായ കുടുംബം എന്ന നിലയിലാണ് ആത്മീയ നേതൃത്വ സ്ഥാനം വഹിച്ചു വരുന്നത്. ഈ നബി പരമ്പരയുടെ ഭാഗമായി ഈ തെളിഞ്ഞ സൗമ്യമായ ചിരി അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടേത് പോലെ തന്നെയാണ് വിളങ്ങി നിൽക്കുന്നത്.
അതുമാത്രമല്ല, പാണക്കാട് കുടുംബത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യവും അദ്ദേഹം തുടർന്നു പോന്നു. നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിക്കുകയുണ്ടായി, വെളുപ്പിനെ 3-3:30 മണി മുതൽ അവിടെ വരിവരിയായി കാണാൻ നിൽക്കുന്ന ആളുകൾ, ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും അതിലുണ്ട്. സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, പല നാടുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, പല പല പ്രശ്നങ്ങളുള്ളവരുണ്ട്, വർഷങ്ങളായി പല കേസുകളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസുഖമുള്ളവരും. അവരൊക്കെ അവിടെ നിന്നും അവരുടെ പ്രശ്നങ്ങൾക്കൊരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു തീരുമാനം അവിടെ നിന്ന് കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് ആ ഒരു രംഗത്ത് വന്ന് നിൽക്കുന്നത്. അവർക്കെല്ലാം അവിടെ നിന്നും ഒരു വാക്കായോ അല്ലെങ്കിൽ ചിരിയായോ അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്നും കിട്ടിയിരുന്നു. അതുതന്നെയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ഇതൊന്നും നമുക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എല്ലാ ഈ അനുസ്മരണ വേദിയിൽ സംസാരിച്ച എല്ലാവരും തന്നെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചെല്ലാം പറയുകയുണ്ടായി. ഇതൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുവാനും അല്ലെങ്കിൽ അതിനെ ഓർക്കുവാനും കഴിയുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും ധന്യതയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് തന്നെ മതേതരത്വത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാര്യം നടത്തി വരുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് ശാന്തിഗിരി ആശ്രമം, ശാന്തിഗിരി പരമ്പരയ്ക്കും പ്രത്യേകിച്ച് ഷിഹാബുദ്ദീൻ തങ്ങൾ അവர்களுമായൊക്കെ വളരെ ഊഷ്മളമായ ബന്ധം അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള എല്ലാവരുമായിട്ട് ഊഷ്മളമായ ബന്ധം പാലിച്ചു വരുന്ന ഒരു കാര്യമാണ് ആശ്രമത്തിൻ്റേത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മതാതീത ആത്മീയ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഞാൻ ഒരു മലയാളിയല്ല, ഞാൻ കേരളത്തിന് പുറത്ത് ജനിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ മാതൃഭാഷ മലയാളിയല്ല. എൻ്റെ അച്ഛനമ്മമാർ വളരെ ചെറുപ്പത്തിൽ തന്നെ, നന്നേ ചെറുപ്പത്തിൽ എന്നെ എൻ്റെ ഗുരുവിൻ്റെ അടുത്താക്കി. ഗുരുവാണ് എന്നെ വളർത്തിയത്. ഗുരുവാണ് എനിക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചെല്ലാം എന്നെ പഠിപ്പിച്ചതും എനിക്ക് പറഞ്ഞു തന്നതും. അങ്ങനെ ഗുരുമുഖത്ത് നിന്നുമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത്. എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ഒരു സൂഫി സന്യാസി ഖുറേഷ്യ ഫക്കീർ സ്വാമികൾ, അദ്ദേഹം ഗുരുവിനെ ആദ്യമായി ആത്മീയ അനുഭവവശം തെളിയിച്ചു കൊടുത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത്, അന്ന് യുവാവായിരുന്ന ഗുരുവിനെ ഭീമാപള്ളി മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു രാശിയിൽ ആത്മീയമായിട്ട് ഔന്നത്യം പുലർത്തുന്ന ആളുകളെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. ആ ആളുകളിൽ ജാതിമത വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ, സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു. അത്ര കണ്ട് ഉന്നതമായ ഒരു ആത്മീയ പാരമ്പര്യം, അതായത് മതത്തിനും ജാതിക്കും ഇടമില്ലാത്ത രീതിയിൽ ആത്മീയ പാരമ്പര്യം കേരളത്തിനുണ്ട് എന്ന് ഗുരുവിനെ നേരിട്ട് മനസ്സിലാക്കി കൊടുത്തത് എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ആ സൂഫി സന്യാസി വര്യനായിരുന്നു. ഇത് കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും രക്തത്തിലുള്ള ഒരു പാരമ്പര്യമാണ്. മതേതരമായി തുടരുക എന്നതും ഓരോരുത്തരും അവനവൻ്റെ സഹോദരങ്ങളാണുള്ള ബോധം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ബാബറി മസ്ജിദ് പ്രശ്നം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ സിഖ് കലഹം അല്ലെങ്കിൽ അങ്ങനെ ഭാരതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ കേരളത്തിനെ അത് ബാധിക്കാതിരുന്നത്, കേരളത്തിൽ ചോര ചിന്താതിരുന്നത്, അതിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം പാണക്കാട് കുടുംബത്തിനുണ്ടായിരുന്നു. ആ സത്യം സാക്ഷര കേരളം ഇന്നും കൈകളോട് ഓർമ്മിക്കുന്ന ഒരു നിതാന്ത സത്യം തന്നെയാണ്. ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പാണക്കാട് കുടുംബം സമചിത്തതോടുകൂടി കേരളത്തിലെ മുസ്ലിം ജനതയെ അവരുടെ ആർദ്രമായ സ്നേഹം കൊണ്ടും സ്നേഹവചസ്സുകൾ കൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മതഭിന്നത വരാതിരുന്നത്. അതുകൊണ്ടാണ് രക്തരൂക്ഷിതമായ ഒരു കലാപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരുന്നത്. ഞാൻ ആ സമയത്തൊക്കെ ഒരു കുട്ടിയായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ഒരുപക്ഷെ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സംഭവിക്കാതെ
ഈ കുടുംബം തന്നെയാണ് കേരളത്തെ ആ ഒരു വലിയൊരു കെടുതിയിൽ നിന്നും രക്ഷിച്ചത്. അത്തരത്തിൽ നമ്മുടെ ഈ ഒരു തലമുറയുടെ തന്നെ സുസ്ഥിരമായ ഭദ്രമായ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ഹൈദരലി തങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളോളം നീളുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ആത്മീയത സാമൂഹിക രാഷ്ട്രീയ നേതൃത്വം വഹിച്ചിരുന്ന ശിഹാബ് തങ്ങൾ സാഹിബിൽ നിന്നും ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ വളരെ നിശബ്ദമായിട്ട് അദ്ദേഹത്തിൻ്റെ തുടർച്ചയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അക്കാദമിക്കായിട്ട് കേരളത്തിന് അദ്ദേഹം നൽകിയ സംഭാവന ഒരുപക്ഷെ പലരും അറിയാത്തതോ ഓർമ്മിക്കാത്തതായ പല കാര്യങ്ങളുണ്ട്. ഹൈദരലി തങ്ങൾ സാഹിബ് മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയായിരിക്കെയാണ് ആദ്യമായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഉള്ള പലതരത്തിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടായത്. ആ സമയത്താണ് മുന്നോട്ട് വരുന്നത്. ആ കാലത്ത് അദ്ദേഹം 2004 ഗ്രേസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെയും മലബാറിലെയും മാപ്പിള ജീവിത ചരിത്രമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകൾ ശേഖരിക്കുവാൻ, ഗവേഷണങ്ങൾ നടത്താൻ ഒക്കെ അത് സഹായിച്ചു. അതിനോടൊപ്പം ഗ്രേസ് ബുക്സ് എന്ന് പേരായിട്ടുള്ള ഒരു പുസ്തക പ്രസിദ്ധീകരണം സംരംഭം അദ്ദേഹം തുടങ്ങി. ആദ്യകാലങ്ങളിൽ സത്വരാഷ്ട്രീയം എന്ന വാക്ക് തന്നെ സംശയത്തോടെയാണ് 90കളുടെ അവസാനത്തിൽ ആളുകൾ നോക്കിയിരുന്നത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന അർത്ഥത്തിൽ കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അതിനെ അക്കാഡമിക് ടെർമിനോളജിയായി ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ഒറ്റപ്പെട്ടു പോകാതിരുന്നത്. ഇതിന് പുസ്തക പ്രസാധനവും ഗവേഷണ പരിശ്രമങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. 70ഓളം പുസ്തകങ്ങളാണ് സത്വരാഷ്ട്രീയമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷ രാഷ്ട്രീയമായും ബന്ധപ്പെട്ടും മലബാർ ചരിത്രവും കേരള ചരിത്രവും മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ അതിനു മുമ്പ് അത്തരം പുസ്തകങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ വളരെ വിലപിടിപ്പുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമായിരുന്നു നമ്മുടെയൊക്കെ ആശ്രയം. പക്ഷേ കേരളത്തിൽ അന്നത്തെ കാലത്ത് ഇടത്തരക്കാരും അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടിയ ഒരു ദൈക്ഷണിക മുന്നേറ്റത്തിന് അത് എത്രത്തോളം സഹായമായി എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ 2009 CH മുഹമ്മദ് കോയ ചെയർ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന പേരിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ ഒരു ചെയറിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള അക്കാഡമിക് ഗവേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. ഇതിനൊക്കെ നേതൃസ്ഥാനം വഹിച്ചത് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ഒരു ഹെറിറ്റേജ് ലൈബ്രറി, ഒരു മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. 70,000-ലധികം ഇൻഡെക്സ് ഉള്ള രേഖകൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടും മാപ്പിള ചരിത്രവുമായി ബന്ധപ്പെട്ടും സ്വത്വരാഷ്ട്രീയമായും ഒക്കെ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ലൈബ്രറിയിൽ സ്ഥാനം പിടിച്ചു. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മലപ്പുറം മുസ്ലിം ജനങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ളതായിരുന്നില്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ശേഖരമാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയും ഉലകത്തിൻ്റെയും തന്നെയും വികസന മാതൃകയായിട്ട് മുമ്പോട്ട് വരാവുന്ന രീതിയിൽ സ്വന്തം നേതൃത്വത്തെ വളർത്തിയെടുത്ത് എന്നത് തങ്ങൾ സാഹിബിനെ പോലെയുള്ള ആളുകൾ യുവതലമുറയ്ക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറുള്ള ആത്മീയ നേതൃത്വം തന്നെ എന്ന നിലയിലാണ് മലയാളികൾ പാണക്കാട് കുടുംബത്തെ കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നിൽ അർപ്പിക്കപ്പെട്ട ആ ഒരു വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും നിലകൊള്ളുന്നത് ഒരു മതേതര സമൂഹത്തിൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഒരു മതേതര സമൂഹം ആത്മീയമായി ഉന്നതമായ നിലയിൽ പ്രാപ്തമായി എത്തിയാൽ മാത്രമേ ധർമ്മ മൂല്യമുള്ള നാടായി പുരോഗമിക്കുകയുള്ളൂ. അങ്ങനെ പുരോഗമിക്കുന്ന ഒരു നാടിൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കാൻ നമുക്ക് ഊർജം തരുന്നത് ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളാണ്. അദ്ദേഹം നേതൃത്വം നൽകിയ എത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യത്തീംഖാനകൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അതിന് തെളിവാണ്. അദ്ദേഹം കാലയവനയ്ക്കുള്ളിൽ മറയുന്നില്ല. കാരണം
അദ്ദേഹത്തിൻ്റെ തുടർച്ചയെന്ന് പറയുന്നത് നമ്മളെല്ലാവരിലും കൂടി, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരിലും കൂടി അത് നിലനിൽക്കുകയാണ്. അദ്ദേഹം കൊളുത്തിവെച്ച ആ ദീപനാളം, അദ്ദേഹത്തിൻ്റെ സൗമ്യദീപ്തമായ ആ ചിരി, അത് ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് അവരവരുടെ കുടുംബത്തിൽ പിൻതലമുറയ്ക്ക് കൊളുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹവുമായി വ്യക്തിപരമായി ഗാഢമായ സൗഹൃദം പുലർത്തിയിരുന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ മതേതര കേരളം മുഴുവൻ സങ്കടപ്പെടുവാൻ ഇടയായതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം നമ്മളിൽ നിന്നും വിട്ടുപോയി എന്ന് കരുതേണ്ടതില്ല. അദ്ദേഹം നാളേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അതിലൂടെ സഞ്ചരിച്ച് പ്രബുദ്ധമായ ഒരു ജനതയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ ശാന്തിഗിരി ആശ്രമത്തിന് ക്ഷണിച്ചതിന് സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു. കോഴിക്കോട് ഭദ്രാസനം യാക്കോബായ സിറിയൻ ക്രിസ്ത്യൻ ചർച്ച് ബിഷപ്പ് പൗലോസ് മാർ ഐറീനിയസ് മെത്രാപ്പൊലീത്ത ഈ സംഗമത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. പാണക്കാട് സയ്യദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ MP രാജേഷ് സാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബ്, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാർ, വേദിയിലിരിക്കുന്ന സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, പൊതുജനമേ, നിങ്ങൾക്ക് ഏവർക്കും സന്ധ്യാവന്ദനം അറിയിക്കും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ദേഹവിയോഗം ഈ സമൂഹത്തിന്, രാജ്യത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് എന്ന് നാം ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ നാമത്തിൽ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്ത് ലഭിക്കുന്നതായ ആദരവ് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹൈദരാലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടിയോ മാത്രം മാറ്റിവെച്ചതല്ല. പൊതുജനത്തിന്, ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് അദ്ദേഹം ജീവിച്ചിരുന്നതായ പ്രദേശത്ത് പ്രയാസപ്പെടുന്ന ദുഃഖിതരായ ജനത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതിശ്രേഷ്ഠമായ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുമയുടെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ശാന്ത സ്വഭാവത്തോടെ മനുഷ്യനോട് ഇടപെടുന്ന മനുഷ്യ സ്നേഹി എന്ന് അദ്ദേഹത്തെ വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതീതമായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു എന്നുള്ളതാണ്.
വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയും അദ്ദേഹത്തെ വളരെയേറെ ആദരവോടെ അനുസ്മരിക്കുന്നുണ്ട്. സഭാ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നതായ സാഹചര്യത്തിലും ശ്രേഷ്ഠ കാതോലിക്ക അബനോർ ബസീലിയോസ് ബാവാ തിരുമേനസിനെ ഒന്ന് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം സഭയോട് കൂറ് പുലർത്തിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോഴും അഭിമാനത്തോടെയാണ് ഈ അവസരത്തിൽ അത് പറയുവാൻ ആഗ്രഹിക്കുന്നു. വേദനിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കുവാനും ആ വേദനയോട് ചേർന്ന് നിന്നുകൊണ്ട് തലോടുവാനുമുള്ളതായ മനസ്സ് അതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു അനുഭവമാണ്. തങ്ങൾ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകാരമാണ്. ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ അനുഗ്രഹം വളരെയേറെ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. രോഗസൗഖ്യത്തിനും അതുപോലെ തന്നെ ആത്മശാന്തിക്കും ആ കുടുംബത്തിലേക്ക് ചെല്ലുന്നവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്, ദൈവം പകർന്നു നൽകിയിരിക്കുന്ന കൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹൈദരാലി ശിഹാബ് തങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഏത് പാവപ്പെട്ടവരെയും ദരിദ്രരെയും ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേദനിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ആ ഒരു വ്യക്തിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇന്ന് സമൂഹം പ്രയാസങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും ആശ്വസിപ്പിക്കുവാനും സമാധാനപ്പെടുത്തുവാനും നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുമുള്ളതായ നല്ല സ്വഭാവമുള്ള വ്യക്തികളെ കണ്ടെത്തുവാനായിട്ട് വളരെ പ്രയാസമാണ്. ശാന്തമായി സ്നേഹത്തോടെ കാണുകയും കരുതുകയും ചെയ്യുന്ന ആ വ്യക്തിത്വം ഇന്ന് നമ്മിൽ നിന്ന് മറഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്നേഹവായ്പകളും ഇന്നും ഓരോ മനുഷ്യന്റെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു ജാതി മത ഭേദവ്യത്യാസമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ളതായ മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഇന്നും ഓരോ മനുഷ്യന്റെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ഈ സമയം വരെയും അദ്ദേഹത്തെ കുറിച്ച് സ്മരിച്ചത് അപ്രകാരമുള്ള ഒരു ചിന്തകളാണ്. അദ്ദേഹം കാണിച്ചു തന്നതായ പ്രവർത്തനങ്ങളും മാതൃകയും അതിനെ പിന്തുടർന്നു കൊണ്ടുപോകുവാൻ ഈ മുസ്ലിം ലീഗ് പാർട്ടിയാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബമാണെങ്കിലും മുസ്ലിം വ്യക്തിത്വങ്ങളും അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. നന്മയുടെ ജീവിതമാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ആ നന്മ മനസ്സ് നമ്മുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുവാനും അതിനെ അനുകരിക്കുവാനും സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആശ്വസിപ്പിക്കുവാനും ആ മാതൃകയെ നാം പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഈ വൈകിയ വേളയിലും നിങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഭാഗിയാകുവാൻ അദ്ദേഹത്തെ ഓർക്കുവാനും ഉള്ളതായ സന്ദർഭം ഒരുക്കി തന്ന ഇതിന് സംഘാടകരെ പ്രത്യേകമായിട്ട് അവസരത്തിൽ ഓർക്കുകയും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം അവിടുന്ന് കൃപ നൽകട്ടെ. അദ്ദേഹത്തിലൂടെ സമൂഹത്തിന് ശാന്തിയുടെയും സമാധാനത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ
ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് സംസ്ഥാന ഉപാധ്യക്ഷൻ PKK ബാബ സാഹിബാണ്. പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ലീഗ് ഹൗസിൽ വെച്ച് ചേരുന്നതാണ്. എല്ലാവരും സംബന്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, 1968 മാനേജറ മൈതാനിയിൽ ജനാബ് ബാഫയ്ക്ക് തങ്ങൾ പ്രസംഗിച്ച ഒരു ശബ്ദരേഖയാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. നേതാക്കന്മാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇന്ന് സഹോദരന്മാരെ, ഇന്ന് നിങ്ങളെല്ലാവരും തന്നെയും മുസ്ലിം ലീഗിന്റെ ആഹ്വാനം അനുസരിച്ച് കോരിത്തെറിപ്പിക്കുന്ന ഒരു ഉന്മേഷത്തോടുകൂടിയുള്ളതായ ഒരു കാഴ്ച എന്റെ വയസ്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ ഒരു സാധ്യമാണെന്നാണ് ഈ കാലം വരെയും ഇങ്ങനെയുള്ളതായ ഒരു സമൂഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. ഇന്ന് മുസ്ലിം ഐക്യകക്ഷികളുമായി കൂടി അത് അവസാനിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് ഒരു നായക മറുപടി. അങ്ങനെയുള്ളതായ സേവനത്തെ അല്ലാഹു തആല നമ്മൾക്ക് വിജയിക്കുന്ന വിജയത്തിലേക്ക് അല്ലാഹു തആല അതിനെ അയച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംഘടന കാലം വരെയും ഞങ്ങളുടെ ദേഹത്തിന്റെ സുഖസൗകര്യങ്ങൾ നോക്കിയിട്ടുള്ള ഞങ്ങൾ ആ സുഖസൗകര്യങ്ങളെല്ലാം അവലംബിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്നതായ ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ PKK ബാബ സാഹിബ് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഒരു പ്രസംഗത്തിന് പറ്റിയ സമയമല്ല. മാത്രമല്ല, നന്ദി അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചുമതല. ഇവിടെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ പലരും സംസാരിച്ചു. അതിനിടയിൽ നമ്മുടെ സ്മരണയിലേക്ക് കടന്നു വന്ന മഹാനായ ബാഫക്കി തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ, ബഹുമാനനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, അതുപോലെ CH മുഹമ്മദ് കോയ സാഹിബ്, അഹമ്മദ് സാഹിബ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ ഞാൻ ഈ സമയത്ത് ഒന്നുകൂടി സ്മരിക്കുകയാണ്. അവർക്കും അവരോടൊപ്പം പ്രവർത്തിച്ച സാമുദായിക സൗഹാർദ്ദത്തിനും മതമൈത്രിക്കും
സംഘടിത ശക്തിക്കുമായി പ്രവർത്തിച്ച എല്ലാവർക്കും പരലോകത്ത് സർവശക്തനായ അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഖാദർ മൊയ്തീൻ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. അതുപോലെ മുൻ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ നാഷണൽ സെക്രട്ടറി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അങ്ങനെ തുടങ്ങി നേതാക്കന്മാരെല്ലാവരും, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, തെരുവത്ത് ഖാദർ സാഹിബ്, അതുപോലെ നമ്മുടെ PM സലാം, അബൂബക്കർ ബാഫക്കി തുടങ്ങിയ എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നന്ദി.